പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു തൊടുപുഴയിൽ നിന്ന് ജൂലൈയിൽ എത്തിയത്. 4.5 വയസ്സുകാരൻ ഷഫീഖ് പ്രതികളായ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമായ മർദ്ദനത്തിനിരയായി. 2 പ്രതികളെയും ഇന്നലെ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ഷെരീഫിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും, രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഈ സംഭവത്തിന് ശേഷം 11 വർഷമായി ഷഫീഖിനെ നോക്കുന്ന രാഗിണി എന്ന ആയ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം രാഗിണി. 11 വർഷമായി ഷഫീഖിനൊപ്പമുണ്ട്. ഷഫീഖ് അന്ന് അനുഭവിച്ച ആ ബുദ്ധിമുട്ടും ആ പ്രയാസവും എത്രത്തോളമായിരുന്നു? ആ സമയത്ത് രാഗിണി കാണുമ്പോൾ ഷഫീഖിന്റെ അവസ്ഥ എന്തായിരുന്നു രാഗിണി? സാറേ നമസ്കാരം. അതെ, നമസ്കാരം. കേൾക്കാം എനിക്ക് രാഗിണി. അന്ന് ആദ്യമായി ഈ ഷഫീഖ് ഈ സംഭവത്തിന് ശേഷം രാഗിണി കാണുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുണ്ട് ഷഫീഖിന്റെ അവസ്ഥ? സാറേ അന്ന് ആ വാവാച്ചി കോമയിലായിരുന്നു. കാല് അത് തടി പോലെ മരച്ച് ചുരുണ്ട്, കൈ ചുരുണ്ട് നെഞ്ചത്ത്, കഴുത്ത് തിരിഞ്ഞ് ഒരു സൈഡിലേക്ക് കിറിക്കോട്ടി, വായിക്കൂടെ പത വരുന്ന അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഐസ്ക്രീം കമ്പ് പോലത്തെ ഒരു കമ്പ് കവള് കടിക്കാതിരിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലെല്ലാം നമ്മൾ എല്ലാ ചാനലും വാർത്തയിലും ഫസ്റ്റ് ടൈമിൽ ഉണ്ടല്ലോ, അത് തന്നെ അങ്ങനെ മെലിഞ്ഞ് ഒരു കമ്പ് പോലത്തെ കൊച്ച്, വാരിയെല്ലൊക്കെ ഇങ്ങനെ കാണും. അങ്ങനെ ഒരു കൊച്ച. ലൈറ്റായിട്ട് വലത് കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇടത് കണ്ണ് ഇങ്ങനെ അരക്കണ്ണ് തുറന്നിരിക്കുന്ന, നമ്മൾ ചെറിയ ആട്ടുംകുട്ടി ഒച്ചിടുന്ന പോലെ ഒച്ചിടുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഈ രാഗിണി ഷഫീഖിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ഇപ്പൊ എന്നാ സാഹചര്യം, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ICDS ഓഫീസറും ജില്ലാ ഓഫീസറും പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പം ഷഫീഖിന്റെ അവസ്ഥ എന്താ? ഷഫീഖ് സംസാരിക്കുമോ? പോകാന്ന് പറഞ്ഞു, ഇഷ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ അവസ്ഥ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പറയും. ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ പറയും. ഈ കുഞ്ഞിന് പഴയ കാലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പോ എന്തെങ്കിലും അങ്ങനെ ഒരു ഭയമുണ്ടോ കുഞ്ഞിന്? ആ ഭയമുണ്ട്. പിള്ളേർ കരഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നത്, മരണം, ഇടിവെട്ടിയ, അങ്ങനെ ഒത്തിരി ഉള്ളതൊക്കെ അവനക്ക് പേടിയാണ്. ഇടി മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ പിള്ളേർ കാറി കരയുമ്പോഴും പ്ലേറ്റ് വീഴുന്നത്, പിന്നെ എന്നതാ മരണ വാർത്തകൾ, വണ്ടി ഇടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനക്ക് പേടിയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യേലല്ലേ കടത്തിയേക്കുന്നത്. അപ്പം ഞങ്ങൾ കഴിവതും ഞാൻ യൂട്യൂബിലാണ് വാർത്ത കാണുന്നത്. അവൻ കൊച്ചി TV മാത്രമേ കാണുന്നുണ്ട്. ഉൾപ്പേടിയുണ്ടോ, അവൻ്റെ ഉൾമനസ്സിൽ കാണും. അത് അവൻ്റെ ഉൾമനസ്സിൽ കിടക്കുന്ന ആ ഒരു കാര്യം നല്ല കാര്യം അല്ലാത്തത് കൊണ്ട് അവൻ്റെ ആശുപത്രിയിൽ തന്നെയാണോ അതോ എവിടെയാണ് രണ്ടുപേരും ഉള്ളത്? അല്ല സർ, മെഡിക്കൽ കോളേജിൽ 5ാം നിലയിൽ 4ാമത്തെ റൂമാണ് മാനേജ്മെന്റും ഗവൺമെന്റും 11 വർഷമായി സെലക്ട് ചെയ്ത ഒരു റൂം. ആ മുറിയാണ് 2000 അതെ സ്വർക്കവാ. എന്താ പറയാ, സ്വർക്കവാ സാറേ അമ്മത്താരാട്ടവന്റെ. രാഗിണിക്ക് കുടുംബമില്ലേ? സ്വർക്കത്തിൽ ദൈവം കാണും. എൻ്റെ ഷെബിക്ക്, എനിക്ക് അപ്പായമ്മ, 4 സഹോദരങ്ങൾ, അവർ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പായമ്മയെ മാത്രമേ ഉള്ളൂ. ഈ ഷഫീഖ് എന്താ വിളിക്കുന്ന രാഗിണിയെ? എൻ്റെ അമ്മയെന്ന്. തിരിച്ച് ഷഫീഖിനെ എന്തെങ്കിലും വിളിക്കോ? ഷഫീഖ് തന്നെയാണ് വിളിക്കുന്നത് മോനെന്ന്, അല്ലാതെ വേറെന്താ വിളിക്കുക? ഓനല്ല, വാവാച്ചി, വാവേ, വാവാച്ചി. പുറത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലേ? ശാരീരികമായിട്ടുള്ള ആ ഒരു അവസ്ഥ അത്ര പ്രശ്നമാണ്. എപ്പോഴും പുറത്തുള്ള ബന്ധം പറ്റില്ല. വാവച്ചിക്ക് പെട്ടെന്ന് വയ്യാഴിക വരും, ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ട്. പിന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നാതേ ഉണ്ട്, ജീവിതകാലം മൊത്തം കഴിക്കാനുള്ള നല്ല ഡോസുള്ള മരുന്നുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ വയ്യാഴിക വന്നാൽ പിന്നെ അതും ചെയ്ത്, പിന്നെ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വാവച്ചിക്ക് വയറുവേദന അല്ലെങ്കിൽ ഗുളികളുള്ള മരുന്നുള്ളത് കൊണ്ട് ഇതും എക്സ്ട്രാ പോകുമ്പം കഴിവതും അസുഖങ്ങൾ വരാതെ നോക്കും. പിന്നെ ആൾക്കാർ കുറവുള്ള സമയത്തിൽ ഞങ്ങൾ വീൽ ചെയറിൽ പുറത്ത് കറങ്ങാറുണ്ട്. വീൽ ചെയറിൽ പുറത്ത് മുറ്റത്തൊക്കെ. അമ്മയും മോനും കൂടി? അല്ല സാറിൻ്റെ അണ്ടറിൽ തന്നെ.
പിന്നെ എം ഡിയുടെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. ആണോ? ചെയർമാൻ സാർ മൂസ സാറിൻ്റെ മിജാസ് സാറിൻ്റെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നിർത്താറുണ്ട്. ഞങ്ങൾ അവിടെ നിൽക്കാറുണ്ട്. ഡോക്ടർ ഷിയാസിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ വാവാച്ചിക്ക്? വാവച്ചിക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഇറച്ചി ചിക്കൻ കുതിയനായിരുന്നു. പിന്നെ വണ്ണമൊക്കെ വെച്ചത് കൊണ്ട് വറുത്തതും പൊരിച്ചതും നിർത്തിയിട്ട് നമ്മൾ ഇപ്പം മെനു അനുസരിച്ച് അവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഇവിടെ അതിനുവേണ്ടി സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. പഴയ കാലത്തെ ഈ സംഭവങ്ങളായിരിക്കും ഓർമ്മയുണ്ടാവുക. ഈ ഷഫീഖിന് അനീഷയോ ഈ അച്ഛനെയോ ഒന്നും ഓർമ്മയുണ്ടാവില്ല അല്ലേ? ഇല്ല, നമ്മൾ പഴയ ഓർമ്മയിലേക്ക് അവനെ കടത്തി വിടരുതെന്ന് വലിയ ഡോക്ടർ ജോർജ് ദരിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും അവൻ ചോദിച്ചിട്ടുണ്ടോ? അതിനൊരു അവസരം കൊടുക്കുന്നില്ല. ഇല്ല, അവനിപ്പോൾ വാർത്ത കാണുന്നത് എവിടെയാണ് നടക്കുന്ന വാർത്തയെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവൻ്റെ അമ്മയും അവന് സ്വയബോധം ഇല്ലാതിരുന്നപ്പോഴും ഉള്ളപ്പോഴും അവൻ്റെ അമ്മയും എപ്പോഴും മീഡിയയിലുണ്ടല്ലോ. അപ്പം കേരളത്തിലെ മാധ്യമങ്ങളും മീഡിയയും പത്രവും എല്ലാം അവൻ്റെ അമ്മയുടെയാ. അപ്പോൾ അവരെപ്പം വേണേലും കാണാൻ വരും. അവൻ വലിയ സ്റ്റാറാ, വലിയ ആളായതിൻ്റെ അങ്ങനെയൊന്നും ഉള്ള ചിന്തയിൽ ആണ് ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതായത് അമ്മയും അച്ഛനും കാണാൻ വരും ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പുറകിലുള്ള കാര്യം ഓർക്കാനൊരു ആരാ അങ്ങനെ ഷഫീഖ് ആഗ്രഹിക്കുന്നുണ്ടോ? സാറേ, അമ്മയും അച്ഛനും വരും, എന്നെ കാണാൻ വരും, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ഷഫീഖിനോട് ചോദിച്ചോ? ഷഫീഖ് പറയും അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മ എല്ലാം ഞാൻ മതി. അല്ലസർ മാനേജ്മെൻറ്റ് ആ കുറവുകൾ അച്ഛൻ അമ്മ അവനെ വാപ്പച്ചി എല്ലാം അല്ലസർ കുടുംബത്തിലുള്ള മാനേജ്മെൻറ്റ് വലിയ സാറ് ചെയർമാൻ സാറ് മുസ സാറും മക്കളും നികത്തി കൊടുക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ എന്നെ തെറ്റ് ചെയ്ത ആളുടെ ആവശ്യം അവൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട. ഈ ഷെരീഫിന് 7 വർഷവും ഈ അനീഷയ്ക്ക് 10 വർഷവും തടവുമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അനീഷയാണ് ഏറ്റവും ക്രൂരമായി ഈ ഷഫീഖിനെ മർദ്ദിച്ചത് അല്ലേ? അതായത് നമ്മൾ വാർത്തയിൽ കണ്ടതല്ലേ, അവർ ക്രൂരമായി ചെയ്തു. അതങ്ങനെ എന്നാലും ജന്മം കൊടുത്ത ആളുടെ മുമ്പിലല്ലേ ഇത് നടന്നേക്കുന്നത്. പക്ഷേ ഷഫീഖിന്റെ ഭാഗ്യമാണ് രാഗിണി എന്ന് പറയുന്ന ഒരായ. രാഗിണി പറഞ്ഞൊരു വാചകം ഹൃദയത്തിൽ തൊട്ടു. എനിക്ക് സ്വർഗവാ സാറേ എന്ന് പറഞ്ഞത് ഷഫീഖിനോടൊപ്പം നിൽക്കുന്ന നിമിഷം ഒരു മുറിയിൽ. അതത് അല്ലസർ ഗവൺമെൻറ് ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ഗവൺമെൻറ് എന്ന് പറയുമ്പം അത് നമ്മുടെ മന്ത്രിസഭ ഉൾപ്പെടെ താഴെ നമ്മുടെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്റ്റാഫുകൾ താഴെ വരുമ്പം അങ്ങനെ വന്ന് ലാസ്റ്റ് എടുത്തു പറയണത് നമ്മുടെ ചാനലും മീഡിയ ഇവരെല്ലാം ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു കുടുംബമാണ് നമ്മുടെ അല്ലസർ കുടുംബം. ഈ അല്ലസർ കുടുംബത്തിനെ തിരഞ്ഞെടുത്ത് അവനെയും അവൻ്റെ അമ്മയും കൊടുത്തതും അവനെയും അവൻ്റെ അമ്മയും ചേർത്ത് പിടിക്കാൻ കാണിച്ച അല്ലസറിൻ്റെ മനസ്സുണ്ടല്ലോ, അതും ആണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം. എന്തായാലും രാഗിണി 11 വർഷമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കുകയാണ്. പറഞ്ഞ സ്വർഗത്തിൻ്റെ അകത്ത് ദൈവം എന്ന ബയോളജിക്കലായ ഒരു അമ്മയല്ല, പക്ഷെ എന്നിട്ടും ഒരു ആയ എന്ന നിലയിൽ കുഞ്ഞിനെ നോക്കി തുടങ്ങി ഇത്രയും കാലമാകുമ്പോൾ ഒരു ആത്മബന്ധം വലുതായിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ 11 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു ജീവപര്യന്തം കാലമാണ്. ആ കാലം ആ മുറിയിൽ തന്നെ കുഞ്ഞിനോടൊപ്പം കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. രാഗിണിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒന്ന് പുറത്തൊക്കെ പോകണം. പക്ഷെ ഇപ്പോൾ എല്ലാം ഈ കുഞ്ഞിനെ നോക്കാൻ ഉള്ളതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റാത്ത ജോലിയാണല്ലോ. തെറ്റിയവർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പോകുന്ന എവിടെ പോയാലും കൊണ്ടുപോകലോ. വർഷത്തിലൊന്ന് എൻ്റെ അപ്പാടത്തും അമ്മടത്തും പോകുമ്പോൾ അല്ലസർ കുടുംബത്തിലൊന്നും ഇവിടുത്തെ സ്റ്റാഫുകളും വരും. അവനെ കാറയിലിരുത്തി എൻ്റെ മുറ്റത്ത് കൊണ്ടിട്ടിട്ട് മുറ്റത്ത് നിന്ന് എൻ്റെ അപ്പായും അമ്മയും കണ്ട് അവിടെ ആ മുറ്റത്തിരുന്ന് ആഹാരം കഴിച്ചിട്ട് വരുന്ന രീതിയാണ് വർഷത്തിലൊന്ന്. താങ്ക് യു രാഗിണി. രാഗിണിയെ ഞങ്ങൾ ഇന്ന് ക്ഷണിച്ചത് ഈ നോക്കൂ, ചില മനുഷ്യരെ അങ്ങ് മടുത്തു പോകും. നോക്കി മടുക്കുന്നവരുണ്ട്, കൂടെ കഴിഞ്ഞ് മടുക്കുന്നവരുണ്ട്. പക്ഷേ രാഗിണി 11 വർഷമായിട്ടും ആ കുഞ്ഞിനോടൊപ്പം കഴിയുമ്പോൾ മടുക്കുകയല്ല. എവിടെ പോയാലും രാഗിണിയുടെ നിഴലായിട്ട് ഇപ്പോൾ ഷഫീഖ് ഉണ്ട് അല്ലേ രാഗിണി? അതൊരു വല്ലാത്തൊരു അനുഭവമാണ് സാറേ. അവനോട്
ദിവസം സമയം കുറവാണ്, ദിവസം കിട്ടുന്ന സമയം കുറവാണ്, കുറഞ്ഞു പോവുക, പെട്ടെന്ന് രാത്രിയാകുന്നു, പെട്ടെന്ന് വെളുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളാണ് ഞാനും എൻ്റെ വാവാച്ചിയും. അതിന് സാഹചര്യം ഒരുക്കി തന്ന അല്ലസർ മാനേജ്മെൻറ്റിന് ഏറ്റവും അധികം നന്ദിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പ്രസവിച്ച എൻ്റെ അപ്പനും എൻ്റെ അപ്പായും എൻ്റെ അമ്മയും ഉണ്ട്. അവർ എന്നെ അവന് വേണ്ടി വിട്ടുകൊടുത്തത് ഏറ്റവും വലിയ നന്ദിയല്ലേ, അവരുടെ ജീവനല്ലേ ഞാൻ. ആ ജീവന് ഈ ഇങ്ങനൊരു കാര്യത്തിന് വിട്ടുകൊടുത്ത് അവർക്ക് വയ്യാഴ്ച വന്നാലോ അവർക്കൊരു മരണം സംഭവിച്ചാലോ ഞാൻ അടുത്തിരുന്ന് കരയാൻ പറ്റാത്ത സാഹചര്യം. അന്നും കൊച്ചിനെ കയ്യെ വെച്ചുകൊണ്ട് ഞാൻ മാറി നിൽക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടോ രാഗിണി വാവാച്ചിക്ക്? അത് എന്ത് പറയാ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? നമ്മളടക്കം കേരളത്തിൽ ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരടക്കം എന്തെങ്കിലും ചെയ്തു തരേണ്ട കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച്? വയ്യാഴികയോ ചെയ്തു തരേണ്ട കാര്യങ്ങൾ അല്ലസർ മാനേജ്മെൻറ്റ് അവന് ഈ നിമിഷം വരെ ഇപ്പം വരെ ഒരു കുറവുമില്ലാതെ നോക്കുന്നുണ്ട്. ഇനി അങ്ങനെയാണ് പറയുന്നുണ്ട്. അതിൽ ഭാവിയിൽ അവൻ വളർന്നു വരുമ്പം മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ വന്നാൽ അത് സമൂഹവും ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം. ചിരിയായി മാറിയെങ്കിലും ആ കുഞ്ഞ് അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും രാഗിണി. അപ്പോൾ രാഗിണി, സന്തോഷം രാവിലെ വന്നതിൽ. അതിൽ വേറൊരു കാര്യമുണ്ട് സാറേ, സാറ് ഒരു കാര്യം കൂടെ പറയണം. അവൻ്റെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും കേടുള്ളതാണ്, ഒത്തിരി മെഡിസിൻ പോകുന്നുണ്ട്, എപ്പം വേണേലും എന്തും സംഭവിക്കുന്ന ഒരു കൊച്ചാണ്. പക്ഷേ എൻ്റെ കൊച്ചിനെ ചിരഞ്ജീവിയാന്ന് ഓർത്ത് ഞാൻ മുന്നോട്ട് പോകുന്നു. താങ്ക് യു രാഗിണി. അങ്ങനെ തന്നെ മുന്നോട്ടിരിക്കട്ടെ. 11 വർഷം ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടും ഇനി അങ്ങോട്ട് നോക്കാനുമുള്ള മനസ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ മനസ്സല്ല. അതിന് എന്തൊക്കെ പ്രതിഫലം കിട്ടിയാലും അതൊന്നും വലുതാവുകയുമില്ല. താങ്ക് യു രാഗിണി. സന്തോഷം രാഗിണി. വാവാച്ചിയെ ഒരിക്കൽ വന്ന് നേരിട്ട് കാണാം. സാറേ ഇത് പ്രതിഫലമല്ല, ഇത് എനിക്ക് കിട്ടിയ നിധിയാ സാറേ, നിധിയാ. സന്തോഷം രാഗിണി. നമ്മൾ രണ്ട് കൈ കൊടുത്ത് തൊഴേണ്ട ചില മനുഷ്യരുണ്ടാവുമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സാറിന്റെ കൂടെ എന്റെ കൊച്ചിനെ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം, ഒരു അവസരം തരണേ. തീർച്ചയായിട്ടും ഞാൻ വരും. അവസരം തീർച്ചയായിട്ടും തരും. ആ കുഞ്ഞിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് രാഗിണിയെ മാത്രം വിളിച്ചത്. ഞങ്ങൾ ആ വിഷ്വൽസ് ഫോട്ടോ മാത്രമാണ് കൊടുക്കുന്നത്, ഒന്നറിയാൻ വേണ്ടി മാത്രം.